ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ മുടിയുടെ കാര്യങ്ങളൊക്കെയാണ് വരച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ പ്രാവശ്യം നമുക്ക് താടി കൂടെ വരച്ചിട്ട് ഈ ഒരു ഫേസിൻ്റെ ഭാഗം നമ്മൾ ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന് മുമ്പത്തെ വീഡിയോസൊക്കെ കാണാത്ത ആൾക്കാരാണെങ്കിൽ ആ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങളിത് കണ്ടാൽ മതിയാകും. അപ്പം നമ്മുടെ ചാനൽ കാര്യം പുതിയതായിട്ട് വന്നിട്ട് നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് കയറി നോക്കുക. നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റായിട്ട് നമ്മൾ കളർ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ട് നോക്കുക. അപ്പോൾ പുതിയതായിട്ട് ആരും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ വരച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെയും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരച്ചത് തന്നെ ആദ്യം 8B ഉപയോഗിച്ചിട്ട് വരച്ച് പോവുകയാണ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ രണ്ടാമത് 10B ഉപയോഗിച്ചിട്ട് നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുടി വരച്ചത് എങ്ങനെയാണ് അതേ മെത്തേഡ് തന്നെ നമ്മൾ ഇതിലും യൂസ് ചെയ്യുന്നത്. പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്തിട്ട് ഓരോ തവണയും നിങ്ങൾ യൂസ് ചെയ്യുക, എങ്കിലേ ഓരോ രോമം പോലെ നമുക്ക് വരച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം അതുപോലെ തന്നെ നല്ല ക്ഷമയോടെ ഇരുന്ന് വരയ്ക്കുക, നല്ല സമയമെടുത്ത് വരയ്ക്കുക. മുടി വരച്ചത് എങ്ങനെയാണ് അതുപോലെ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പം ഈ പറഞ്ഞ പോലെ ഈ പാർട്ട് കൊണ്ട് നമുക്ക് ഈ ഫേസിൻ്റെ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അടുത്തൊരു പാർട്ടോടുകൂടിയായിരിക്കും നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് എന്താ പറയണ്ടേ, എല്ലാം കൂടെ ഒന്നിച്ച് പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ളൊരു സമയം കിട്ടുന്നില്ല. അല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് വീഡിയോ ഇട്ട് പോകണം. അതുകൊണ്ട് ഓരോ പാർട്ടായിട്ട് ചെയ്യണമെങ്കിൽ അതാണ് കുറച്ച് എളുപ്പമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പം കുറച്ച് ലോങ് ആയി പോയെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നിങ്ങൾ വരച്ച് പഠിക്കുന്നവർക്ക് ചിലപ്പോൾ ഇതായിരിക്കും ഈസി. കാരണം പെട്ടെന്ന് വരച്ച് തീർക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് ഓരോ പാർട്ടായിട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് അതായിരിക്കും ഈസി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഓരോ പാർട്ട് നിങ്ങൾ കാണുന്ന സമയത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ട് പോകാവുന്നതാണ്. കമൻറ്റ് ആയിട്ട് ചോദിച്ചിട്ട് പോകുക, അല്ലെങ്കിൽ മെസ്സേജ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതോടെ വന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ചോദിക്കാം. അപ്പം കുറച്ച് പേരൊക്കെ ഡ്രോയിങ് വരച്ചിട്ട് എനിക്ക് അയച്ചു തരാറുണ്ട്. അപ്പം മിക്കതും ഇപ്പം നല്ല രീതിയിൽ തന്നെയാണ് വരച്ചേക്കുന്നത്. ചിലർക്ക് ഡൗട്ട് ചോദിക്കാറുണ്ട്, ഓരോന്ന് അയച്ചു തന്നിട്ട് ഇങ്ങനെയാണ് വരയ്ക്കണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം എനിക്കറിയാവുന്നതിനൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. എങ്ങനെയും കുഴപ്പമില്ല. നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. മെസ്സേജായിട്ട് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടൊക്കെ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഓരോരുത്തരെ വരയ്ക്കാൻ വേണ്ടി കമൻറ്റ് ചെയ്യുന്നുണ്ട്, അതും ഞാൻ കാണുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഓരോ ദിവസമായിട്ട് ചെയ്യാം. അപ്പം ചില സമയം വേണം, ചില സമയം തരിക. കാരണം നമ്മൾ വരച്ച ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ആദ്യം കമൻറ്റ് ചെയ്തേക്കുന്ന ആരൊക്കെയാണോ അവർക്ക് ആയിരിക്കും നമ്മൾ മുൻഗണന കൊടുക്കുക. കാരണം ആദ്യം കമൻറ്റ് ചെയ്തവരെ വരച്ചില്ലെങ്കിൽ പിന്നെ അവർ വീണ്ടും കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ പറഞ്ഞേക്കുന്നത് ഞാൻ വരച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും ആ ഒരു കമൻറ്റ് റിപ്പീറ്റ് ചെയ്താൽ മതി, ഞാൻ കാണുന്നതായിരിക്കും. ഇനിയിപ്പോൾ അഥവാ വിട്ടുപോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എങ്ങനെയാണെങ്കിൽ ഞാൻ മാക്സിമം കമൻറ്റ് നോക്കിയിട്ടാണ് വരച്ച് പോകുന്നത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ഒരു ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. എല്ലാം ട്യൂട്ടോറിയൽസ് ആയിട്ട് തന്നെയാണ് ഇടുന്നത്, ഓരോ പാർട്ടായിട്ടാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി വരയ്ക്കാനൊക്കെ ഉള്ള സമയം കിട്ടും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ വരച്ച് തുടങ്ങുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ഡ്രോയിങ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്താൽ മതി. തെറ്റിപ്പോട്ടെ, നല്ല രീതിയിൽ തെറ്റിപ്പോയാലും സാരമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ വരയ്ക്കുക. കാരണം നമ്മൾ ഒരു ഡ്രോയിങ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ 2 ഡ്രോയിങ് ചെയ്തുകൊണ്ടോ ഒന്നും നമുക്ക് ഡ്രോയിങ് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ തെറ്റിപ്പോട്ടെ എന്ന രീതിയിൽ തന്നെ നിങ്ങൾ വരയ്ക്കുക. പിന്നീട് നിങ്ങൾ അടുത്തൊരു ഡ്രോ ചെയ്യുന്ന സമയത്ത് എവിടെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത് ആ ഒരു ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് പോകാനുള്ളൊരു കഴിവ് നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കണം. കാരണം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്ത് വരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം വരയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വരയ്ക്കുക. ഒരിക്കലും നിങ്ങൾ വരയ്ക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മിസ് ചെയ്യരുത്. മാക്സിമം നിങ്ങളത് യൂസ് ചെയ്യുക, നിങ്ങളതിൽ ഹാർഡ് വർക്ക് ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിലൊരു വിജയം ഉണ്ടാകുന്നതായിരിക്കും. ഇപ്പോൾ ഒരുപാട് പേര് ഡ്രോയിങ്ങിലേക്ക് വരുന്നുണ്ട്. അപ്പം മിക്കവർക്കും ഡ്രോയിങ് നല്ല രീതിയിൽ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് വരുന്നത് കൂടുതലും. ചിലർക്ക് ഇത് ജന്മനാ കിട്ടുന്ന കഴിവായിരിക്കും, എന്നാൽ ചിലർക്ക് അത് കാണുമ്പോഴൊരു കൗതുകം. കാരണം ചിലർ വരയ്ക്കുന്ന സമയത്ത് അവർക്കും വരയ്ക്കാൻ തോന്നുന്ന ഒരു കൗതുകത്തോടു കൂടി ഇതിലേക്ക് വരുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കും ഡ്രോയിങ് പഠിക്കാനൊക്കെ പറ്റും. അപ്പം നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു മനസ്സും ക്ഷമയൊക്കെയാണ് വേണ്ടത്. പിന്നെ ഇതിലൂടെ നല്ല ഇൻട്രസ്റ്റും വേണമെങ്കിൽ നമുക്ക് തീർച്ചയായും ഡ്രോയിങ് പഠിച്ചെടുക്കാൻ പറ്റും. ഇപ്പം ജന്മനാ നമുക്ക് കഴിവിട്ടില്ലെങ്കിലും ആ ഒരു കഴിവിനോട് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ വരയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ പറഞ്ഞ പോലെ ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മാത്രം മതി. ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡ്രോയിങ് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നുള്ളൂ. അപ്പോൾ എന്നെക്കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ നേരത്തെ തൊട്ടേ വരയ്ക്കാൻ, അതായത് ജന്മനാ കിട്ടിയൊരു കഴിവെന്നാണ് എനിക്ക് പറയാം. കാരണം ഞാൻ നേരത്തെ തൊട്ടേ വരച്ച് ആ ഒരു രീതിയിൽ വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡ്രോയിങ്ങിനോട് നേരത്തെ തൊട്ടേ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, താല്പര്യമുണ്ട്. പക്ഷേ നമുക്കൊരു കഴിവുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അതിലേക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു കഴിവ് മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. കാരണം നമുക്കൊരു ജന്മനാ കഴിവ് കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും നമ്മളതിൽ എഫേർട്ട് ചെയ്യണം, നല്ല പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരാൻ സാധിക്കത്തുള്ളൂ. അതായത് നമ്മൾ ജസ്റ്റ് ആ ഒരു കഴിവ് അതേപോലെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആ ഒരു ഡ്രോയിങ് നല്ല രീതിയിൽ നമുക്ക് വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കത്തില്ല. അതേസമയം നമ്മൾ കൂടുതലായിട്ട് പഠിക്കണം, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം, പ്രാക്ടീസ് ചെയ്യണം. അതൊക്കെയാണ് മെയിനായിട്ട് ഇതിനകത്ത് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ജന്മനാ കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു കഴിവിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും.